അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അനന്തപുരിയുടെ മണ്ണിലാണ്. ഓണത്തിനായിട്ട് അത്തം പത്തിനായിട്ട് അനന്തപുരി ഒരുങ്ങി കഴിഞ്ഞു. എന്തൊക്കെയാണ് ഓണത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ അറിയാൻ പോവാണ്. അറിയാം നമുക്ക്. അപ്പം പൂക്കൾ റെഡി ആയി കഴിഞ്ഞ അനന്തപുരിയിൽ അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ചിപ്സ് ഇങ്ങനെ വറുത്തിടുകയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ എന്ത് രസമാണെന്നറിയാം, ഇങ്ങനെ വറുത്തിങ്ങനെ ഇടുന്നതാ. ചേട്ടാ നമസ്കാരം. നമുക്ക് ഏറ്റവും കൂടുതൽ ഓണത്തിന് ചിലവാകുന്ന സാധനമാണ് ചിപ്സും അല്ലേ, ശർക്കര വരട്ടി അല്ലേ. ഇപ്പം എണ്ണയുടെ വില വർദ്ധിച്ചിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കും ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? കാര്യം പാവങ്ങൾക്ക് മേടിക്കണം, എല്ലാവർക്കും മേടിക്കണം. വില കൂടുതലാണെങ്കിലും ഇത് ഹോൾസെയിൽ ഷോപ്പാണ്. ഹോൾസെയിൽ ആണല്ലോ. ഹോൾസെയിൽ എങ്ങനെ കിലോയ്ക്ക് എങ്ങനെ കൊടുക്കും? കിലോയ്ക്ക് നമ്മൾ 320 വെച്ച് കൊടുക്കും. സാധാരണ ഷോപ്പിൽ 560 വെച്ച് കൊടുക്കുന്നു. ഏതാണ്ട് 560 240 രൂപയാണ് ലാഭം ഈ ഒരു ഓണത്തിൽ ലഭിക്കാൻ പോകുന്നത്. അതും അനന്തപുരിയുടെ മണ്ണില്. ചേട്ടന്റെ പേര് കാർത്തികേട്ടന്റെ ഷോപ്പില്. അപ്പൊ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പം തരുമോ? ഇത് പക്കാ വെളിച്ചെണ്ണ തന്നെയാണ് ചെയ്യുന്നത് കാർത്തികേട്ട. അപ്പം ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് ഇനി അനന്തപുരിയുടെ ഇനിയും വിശേഷങ്ങൾ ഒത്തിരി ഉണ്ട്. അതുമാത്രമല്ല എൻ്റെ അടുത്ത് ഇപ്പോൾ അതാ നിൽക്കുന്നത് കേരള സംസ്ഥാന ഭാഗ്യക്കുറി. അപ്പോൾ തീർച്ചയായിട്ടും 25 കോടിയാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ അങ്ങേ വർഷം അടിച്ചത് ആറ്റിങ്ങൽ നിവാസികൾക്ക് അല്ലേ? എപ്പോഴെങ്കിലും ലോട്ടറി ചേട്ടനെ നിർത്താൻ അടിച്ചിട്ടുണ്ടോ? 5 ലക്ഷം വരെ അടിച്ചിട്ടുണ്ട്. 5 ലക്ഷം അടിക്കുമ്പോൾ ചേട്ടൻ എത്ര രൂപ കിട്ടും? 50,000 TDS പോയിട്ട് 45 രൂപ. ചേട്ടന്റെ പേര് ബിനുകുമാർ. അനന്ത പത്മനാഭന്റെ മണ്ണിൽ മുന്നിൽ നിൽക്കൊണ്ട് ബിനുചേട്ടൻ. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ എന്തായാലും ഒരു ഓണത്തിന്റെ ഈ ഒരു ലോട്ടറി പരീക്ഷിക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഓണസമ്മാനമായിട്ട് ഈ ലോട്ടറി എടുക്കുക. എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും അടിക്കും, ആഘോഷിക്കാം. നമ്മുടെ ബിനുചേട്ടൻ ഇവിടെ ഉണ്ട്. ഇനിയും അനന്തപുരിയുടെ മണ്ണിലേക്ക് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. ഇനിയും ഉണ്ട് ആഘോഷങ്ങൾ നോക്കാൻ, ഓണാഘോഷങ്ങൾ നോക്കാനായിട്ട്. അപ്പം ചേട്ടാ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ചേട്ടാ നമസ്കാരം. നമ്മൾ ഓണരഥം ഫ്ലവേഴ്സിന്റെ ഓണരഥമായിട്ട് വന്നതാണ്. അപ്പൊ പേരെന്താ? അറുമുഖം. തമിഴ്നാടാ? എത്ര വർഷമായി കേരളത്തിൽ വന്നിട്ട്? 16 വർഷമായി. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ വറുത്തോണ്ടിരിക്കുകയാണ്. എല്ലാം ഓണത്തിന് പോകുന്ന സാധനങ്ങൾ തന്നെ അല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ ഓണത്തിന് അറുമുഖം ചേട്ടൻ്റെ അടുത്ത് നിന്ന് ആൾക്കാർ വാങ്ങിക്കുന്നത് എന്താണ്? ചിപ്സും ഉപ്പേരി. ബാക്കി പക്ഷെ ഒത്തിരി ഐറ്റങ്ങൾ ഉണ്ടല്ലോ, ചക്ക വറുത്തതുണ്ട്, എല്ലാം ഉണ്ടല്ലേ? നമുക്ക് കൂടുതൽ ചെലവ് ചിപ്സ് ഉപ്പേരിയാണ്. ഓണം ആഘോഷിക്കാറുണ്ടോ? എങ്ങനെയാ ആഘോഷിക്കുന്നത്? ഫാമിലിയായിട്ട് പായസം എല്ലാം വെച്ച് കേരളത്തിന്റെ ഫുഡായിട്ട് എല്ലാം വെച്ചാണ് ഇതാക്കി. അലുവ നമ്മൾ തന്നെ ചെയ്യുന്നതാണോ? ആണോ? ഒരു പീസ് വരും, നമ്മുടെ കഴിച്ചു നോക്കട്ടെ. നമുക്ക് സ്പൈസി ആയിട്ടുള്ള ചിപ്സ് ഉണ്ട്. ഇതെന്ത് ടേസ്റ്റ് ആയത്? കോക്കനട്ട് ബദാം അലുവ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ബദാം അലുവ ഫസ്റ്റ് ടൈമാണ്. അറുപച്ചേട്ടൻ്റെ ഷോപ്പിലാണ്, അനന്തപുരിയിലാണ്. ഇനിയും വിശേഷങ്ങളുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇത് കഴിച്ചുകൊണ്ട് തന്നെ പോവാം. സൂപ്പർ. ഹാപ്പി ഓണം. അനന്തപുരിക്കാർക്ക് ഓണാഘോഷം പൂർണ്ണമാകണമെങ്കിൽ ശ്രീ പത്മനാഭസ്വാമിക്ക് തിരുവോണ നാളിൽ ഓണവില്ല് സമർപ്പിക്കണം. തീർച്ചയായിട്ടും അതിൻ്റെ മുന്നിൽ നിന്ന് ഭക്തി നിർഭരമായിട്ടുള്ള ഈ ഒരു ഓണാഘോഷം എനിക്കും വലിയ സന്തോഷമായി. നമുക്ക് ഈ ഓണവില്ലിൻ്റെ നാട്ടിലേക്ക്, അനന്തപുരിയുടെ നാട്ടിലേക്ക് ഇനിയും വിശേഷങ്ങളുണ്ട്, നമുക്ക് യാത്രയാകാം. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കരമനയിലാണ്. പത്മനാഭസ്വാമിക്ക് ഓണവില്ല് സമർപ്പിക്കുന്ന വീട്ടിലാണ് ഞാനുള്ളത്. ഓണക്കഥകളിൽ നാട് കാണാനെത്തുന്ന മഹാബലിക്ക് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ വരച്ചു കാട്ടുന്നതാണ് ഓണവില്ല്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ ആചാരത്തിന്. തലമുറയായി സമർപ്പിക്കുന്ന ചിത്രരചന ശില്പമാണ് പള്ളിവില്ലെന്ന ഈ ഓണവില്ല്. കേരളത്തിലെ പ്രജകളെ കാണാൻ വേണ്ടി വരുന്ന മഹാബലി ചക്രവർത്തിക്ക് വേണ്ടി മഹാവിഷ്ണുവിൻ്റെ അവതാര കഥകൾ ആദ്യമായി ഓണവില്ല് എന്നുള്ള പേരിൽ ദശാവതാര കഥകൾ വരച്ച് സമർപ്പിച്ചത് വിശ്വകർമാവാണ്. തൻ്റെ അനുചരന്മാരെ കൊണ്ട് പിൽക്കാലങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ അവതാര കഥകൾ ചിത്രങ്ങളായിട്ട് വരച്ച് വിഷ്ണു സന്നിധിയിൽ സമർപ്പിക്കാമെന്നൊരു വാഗ്ദാനം നൽകും. അപ്രകാരം നടക്കുന്ന ഒരു ചടങ്ങാണ് ഈ പള്ളിവില്ലെന്ന ഓണവില്ല് ഓണനാൾ ഭഗവാന്റെ മുമ്പേ സമർപ്പിക്കുന്നത്. 6 തരത്തിലുള്ള വില്ലുകളാണ് ഞങ്ങൾ ഭഗവാന് വേണ്ടിയിട്ട് നിർമ്മിക്കുന്നത്. ദേവഗണത്തിൽപ്പെട്ട കടമ്പ്, മഹാഗണി എന്നീ വൃക്ഷങ്ങളുടെ പലക വഞ്ചിയുടെ മാതൃകയിൽ അറുത്തെടുത്ത് അതിൽ ചുവന്ന ചായം പൂശിയ പ്രതലത്തിലാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. വളരെ വ്രതശുദ്ധിയോടുകൂടി പരിപാവനമായി തയ്യാറാക്കി ഉത്രാടനാൾ കുടുംബക്ഷേത്രത്തിൽ പൂജ നടത്തിയിട്ടാണ് തിരുവോണനാൾ 6 ജോഡി വില്ലുകൾ ശ്രീപത്മനാഭസ്വാമിക്ക് സമർപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കുടുംബത്തിൽ നിന്നും കൊണ്ടുപോകുന്നത്. ഓണത്തെക്കുറിച്ച് എത്ര കഥകൾ, എല്ലാത്തിനും ആഘോഷത്തിൻ്റെ നിറവ്, ആഹ്ലാദത്തിൻ്റെ തിമിർപ്പ്. ഓരോ തവണ ഓണം ആഘോഷിക്കുമ്പോഴും വീണ്ടും ആഘോഷിക്കാൻ നൽകുന്ന ആ ഒരു വൈബുണ്ടല്ലോ, ആ വൈബ് തേടിയാണ് ഫ്ലവേഴ്സ് ഓണരഥം.
അനന്തപുരിക്കാരെ തിരുവോണ നാളിൽ ഓണം ആഘോഷിക്കാനും ഓണക്കോടി ഉടുപ്പിക്കുന്നതിന് വർഷങ്ങളോളായിട്ട് പാരമ്പര്യമുള്ള രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസാണ് നമ്മളിപ്പോൾ ഉള്ളത്. വിശേഷങ്ങൾ അറിയാൻ പോവാണ്. ഓണത്തിന് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്, ഓണക്കോടികൾ എത്തരത്തിലുണ്ടെന്നൊക്കെയാണ് നമ്മളിവിടുത്തെ കസ്റ്റമേഴ്സ് ഉണ്ട്, അവരോട് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. നമുക്ക് ചോദിക്കാം. ഹലോ, ഹാപ്പി ഓണം. നമ്മൾ ഫ്ലവേഴ്സ് ഓണരഥം എന്നൊരു ആഘോഷമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പേര് കല. അശ്വതി, രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് വന്നിട്ട് ഹൗ ഡു ഫീൽ? എങ്ങനെയുണ്ട്? നല്ല കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വന്നിട്ടുണ്ട്. ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, നമ്മുടെ ക്യാഷിനുള്ള ഇത് എടുക്കാൻ പറ്റും. നമസ്കാരം. ഇവിടെ എത്ര വർഷമായിട്ടുള്ള ഒരു കസ്റ്റമറാണ് ഇവിടുത്തെ? 2-3 വർഷമായിട്ട് വരാറുണ്ട്. വീട് കീഴാറു, ഊരട്ടമ്പലം. പേര് സീജ. എങ്ങനെയുണ്ട് അവിടുത്തെ ബഡ്ജറ്റിനെ കുറിച്ച് പറയാം? ഞങ്ങൾക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള ഇതാണ്, ബഡ്ജറ്റാണ്. എൻ്റെ മക്കൾക്കും ഒക്കെ ഞാൻ ഇവിടെ നിന്നാണ് എടുക്കാറുള്ളത്. ആണല്ലേ. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ഷാജി. ഇവിടെ തന്നെയാണോ സ്ഥലം വരാറുള്ളത്? നമ്മോടൊപ്പം ഉള്ളത് കണ്ണൻ ചേട്ടാ. നമസ്കാരം. വണക്കം. തമിഴ്നാടാ? മലയാളം പേസ തരില്ല. ഞാൻ ഇവിടെ വന്നപ്പോഴെല്ലാം കാണുന്നില്ല കസവിന്റെ പലതരത്തിലുള്ള കസവുസാരികളുടെ ഡിസൈൻസിലുള്ളതാണുള്ളത്. ഇത് എവിടെ നിന്നാണ് നമ്മളിത്? പാലക്കാടാണ്. ഏറ്റവും കുറവ് തൊട്ടേ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്, അതായത് ഏറ്റവും താഴെക്കടയിലുള്ള വലിയ വിലയ്ക്കുള്ള ആൾക്കാർക്ക് എടുക്കാനുള്ള സാധനങ്ങളുണ്ടോ? ഏറ്റവും സ്റ്റാർട്ടിംഗ് റേറ്റ് പറയാമോ? സ്റ്റാർട്ടിംഗ് 325. 325 രൂപയ്ക്ക് നിങ്ങൾക്ക് കസവുസാരി ഇവിടെ നിന്ന് ലഭിക്കും. തീർച്ചയായും. സാർ നമസ്കാരം. അല്ല, ഇവിടെ എങ്ങനെയുണ്ട് കസ്റ്റമേഴ്സിന്റെ ഒരു ഒഴുക്ക്? കമ്പാരിറ്റീവ്ലി ഡേ ബൈ ഡേ ഗ്രോത്ത് ഉണ്ട് നന്നായിട്ട്. മെയിൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വി ആർ ഗിവിംഗ് ആൻഡ് കമ്പാരിറ്റീവ് ബെസ്റ്റ് ഇക്കണോമിക് പ്രൈസാണ് കൊടുക്കുന്നത്. ഏതൊരു ഔട്ട്ലെറ്റ് കൊടുക്കാത്ത നല്ലൊരു ബെസ്റ്റ് പ്രൈസാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് മുണ്ട ആണെങ്കിലും നേരിയൽ സാരിയാണ് 320, 325 അപ് ടു 8,000 വരെയൊക്കെയാണ്. വെറൈറ്റി പല പ്രിന്റിൽ വരുന്നുണ്ട്. സോ ഇവിടെ വന്നവർ എല്ലാ കളക്ഷൻ, ഒരു ഫാമിലിക്ക് ആവശ്യമുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ കിട്ടുന്നുണ്ട്. വരുന്നവർക്ക് ഒരു 1000 രൂപ എടുത്ത് വരുവാണെങ്കിൽ ഒരു ഫാമിലിക്ക് പർച്ചേസ് ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ കാലിയാവില്ല. വന്നവർ ഹാപ്പി ആയിട്ട് പോവാണ്. അതാണ് ഹാപ്പി ഓണം എന്ന് പറഞ്ഞ വിടുകയാണ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ്. 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം. കേരള ടൂറിസം ഫ്ലവേഴ്സ് ഓണരഥം. ഇപ്പോൾ നമ്മൾ കുറച്ച് ഗിഫ്റ്റുകൾ കൊടുക്കാൻ പോവാണ്. രാമചന്ദ്രനുള്ള ഒരു ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കാൻ പോവാണ്. നമുക്ക് ആദ്യത്തെ കസ്റ്റമർ നമുക്ക് നോക്കാം. എന്ത് പറയുന്നു ഇവിടുത്തെ കളക്ഷൻസ് നൈസാണ്. ഇപ്പൊ സാരീസ് മാത്രം നോക്കുന്നുള്ളൂ. സാരീസ് നല്ല കളക്ഷൻസ് ആണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും ക്രൗഡ്. ഞങ്ങൾ കുറെ നാളായിട്ട് ഇവിടെ തന്നെയാണ് ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കിയിട്ട് ഞാൻ ഗിഫ്റ്റ് തരാം. പേര്? അഭിജിത്ത്. നമ്മളെല്ലാം ലേഡീസിന്റെ കളക്ഷനാണ് ചോദിച്ചത്. ജെൻസിന്റെ കളക്ഷൻ എങ്ങനെയുണ്ട് നോക്കിയിട്ട്? ജെൻസിന്റെ കളക്ഷൻ ഒരുപാടുണ്ട്. സാധാരണ ഓണത്തിനോട് എടുക്കാം. ഈ കോസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഷർട്ടിന്റെ പാൻറ്റൊക്കെ കോസ്റ്റ് കുറവാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. രണ്ടുപേർക്ക് ആലോചിച്ച് പറയാം. 1030 1030. 2030 2060 2090 ആണോ 900 ആണോ? 2090 10. 2100. അതോ 3000 ആണോ? 2200 റൈറ്റ് ആൻസർ ആണ്. ചെറിയൊരു ഫണ്ണായിട്ടൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊരു ഗിഫ്റ്റ് വോച്ചറാണ്. ഇതൊന്ന് പോകുമ്പോൾ ഇത് ലെസ് ഇത് കൊടുത്താൽ ലെസ് ചെയ്യും കേട്ടോ. ഓക്കെ. ഹാപ്പി ഓണം. പേരെന്താ? ദേവി. ഇപ്പം പട്ടുസാരി എടുക്കാനായിട്ടാണ് വന്നത്. ഞങ്ങളെ കസിന്റെ മാരേജിനാണ്. എങ്ങനെയുണ്ട് കളക്ഷൻ? നല്ല കളക്ഷൻ ഉണ്ട്. വരുമ്പോൾ എന്താ കൂടുതൽ എടുത്തോണ്ട് പോകാറുള്ളത്? എന്താ? ചുരിദാർ മെറ്റീരിയൽസ് എടുക്കാറുണ്ട്, പിന്നെ കുട്ടികളുടെ സെക്ഷനിൽ നിന്ന് എടുക്കാറുണ്ട്, പിന്നെ സാരി സെക്ഷൻ. അഫോർഡബിൾ റേറ്റ് ആണ് ഇതെല്ലാം. കുട്ടികളുടെ സെക്ഷനിൽ നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അതിനെ കുറിച്ച് ഒന്ന് പറയൂ. കുട്ടികളുടെ സെക്ഷനിൽ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഷോപ്പിനെ വെച്ച് നോക്കുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട്. ഹാപ്പി ആണോ? ഞാൻ ഇതിനകത്ത് നിന്ന് ഒരാളെ പിക്ക് ചെയ്യാൻ പോവാണ്. ഫസ്റ്റിൽ തന്നെ ഒരാളെ പിക്ക് ചെയ്യാൻ പോവാണ്. കണ്ടു ആരാണ്? വാ 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 വാ. ഈ കോളേജിലെ സ്റ്റാർ ആണെന്ന് തോന്നുന്നു. പേരെന്താ? ആശിഷ്. എന്താ പാട്ട് പാടും? എന്താണ് എൻ്റെ ഫാൻ? അതാണ്. നമുക്കൊന്ന് പാട്ട് പാടിയാലോ? അപ്പം പാട്ടിലേക്ക് പോവാം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം
അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടു പ്രേമാർദ്രം. ഉലയുന്നുണ്ടെൻ നെഞ്ചകം അവളീ മണ്ണിൻ വിസ്മയം, ഇനി എൻ്റെ മാത്രം, എൻ്റെ മാത്രം. താങ്ക് യു. ഇദ്ദേഹത്തിൻ്റെ വോയിസ് കേട്ടിട്ട് വിനീത് ശ്രീനിവാസൻ്റെ വോയിസോട് ചെറിയ സാമ്യമുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ആരാധന വന്ന് തോന്നുന്നു അല്ലേ? അപ്പം ഞാൻ ഫസ്റ്റ് ഗിഫ്റ്റ് തരാൻ പോവാണ്. ഒരു ചെറിയൊരു ഗിഫ്റ്റാണ് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ പേരിൽ 24-ൻ്റെ കൂടെ ചേർന്നിട്ടുള്ളൊരു ഗിഫ്റ്റ് തരാൻ പോവാണ്. തിരുവോണരാവ് വിരിയും കിനാവ് ഇടനെഞ്ചിൽ കേൾക്കും പൂവി പൊലിമേളും. തിരുവോണരാവ് പൊന്നിൻ നീലാവ് നാടാകെ പൂവേ പൂവി പൊലിമേളും. ഉത്രാടപ്പൂവിൻ കവിളിലഴകിലൊരു പൂത്തുമ്പി പെണ്ണിൻ പൂമുത്തമായി മാവേലി നാടിൻ നിറുകിലുണരുമൊരു കൊടി തൊട്ടു വീണ്ടും പൂക്കാലമായി പൂക്കൊണ്ടുമൂടും പൂമുറ്റം തോറും തിരുവോണരാവിൻ താലപ്പൊലിമേളം. സൂപ്പർ. ഇവിടുന്ന് ഞാനൊരു നിങ്ങൾക്ക് കുറച്ച് കൂപ്പൺസ് തരാൻ പോവാണ്. കാര്യം നമ്മുടെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ ഇപ്പം നല്ല ഓഫേഴ്സ് വന്നിരിക്കുകയാണ്. കൊണ്ടുപോവാ, പർച്ചേസ് ചെയ്യുക. അടുത്തൊരു ഗെയിംസിലേക്ക് പോകാൻ പോവാണ്. ആ ഗെയിംസിൽ നമ്മളൊരു 3 പേരെ പിക്ക് ചെയ്യാൻ പോവാണ്. സാറ് നിങ്ങൾ 3 പേരൂടെ ഈ ഗെയിം കളിക്കണം. നിങ്ങൾക്ക് തരുന്ന സമയം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റാണ് സമയം തരാൻ പോകുന്നത്. 3, 2, 1 ലെറ്റ്സ് സ്റ്റാർട്ട്. കയ്യടി പോരട്ടെ, കയ്യടി പോരട്ടെ, കയ്യടി പോരട്ടെ, കയ്യടി പോരട്ടെ. സാറേ പോയി, സാറേ ദോ പോയി അവിടെ ഇല്ല. എടുക്കണം എടുക്കണം എടുക്കണം. അത് പിടിക്കാൻ പറ്റത്തില്ല, അങ്ങനെ പറ്റൂല, അങ്ങനെ പറ്റൂല. സെൻറ്ററിൽ വെക്കണം. എടുത്തോ. ഒരെണ്ണം എടുക്കാൻ പറ്റൂ, കള്ളക്കളി പാടില്ല. ഒരെണ്ണം എടുക്കാൻ പറ്റൂ, ഒരെണ്ണമേ എടുക്കാൻ പറ്റൂ, ഒരെണ്ണമേ എടുക്കാൻ പറ്റൂ പ്ലീസ്. ഇതെവിടെ ഇതെവിടെ? ഒരെണ്ണം. ഓക്കെ, നമ്മൾ ഫൈനൽ ചെയ്തു. നമ്മൾ ആരാന്ന് വിന്നർ ആരാന്ന് ഫൈനൽ ചെയ്തു. ഇദ്ദേഹമാണ് വിജയിച്ചത്. അപ്പോൾ ഒരു കയ്യടി ഉഷാറായിട്ട് പോരട്ടെ. അപ്പോൾ ഇവർക്ക് 3 പേർക്കുള്ള ഗിഫ്റ്റ് ഞാൻ തരാൻ പോവാണ്. നമ്മുടെ ഈ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പളാണ്. നമ്മളൊരു കോളേജിലും ഇങ്ങനെ കണ്ടിട്ടില്ല. സെൻറ്റ് സേവിയേഴ്സിലെ കോളേജിന് ഹാറ്റ്സ് ഓഫ്. കാര്യം ടീച്ചേഴ്സ് ആയാലും പ്രിൻസിപ്പൾ ആയാലും എല്ലാവരും ഇത്രയും മനോഹരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത്, നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഓണറത്തെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലവ് യു ഓൾ. നമ്മുടെ ഒരു ഓണക്കോടി ആയിക്കോട്ടെ 3 പേർക്കും. അക്കോയ് ഷർട്ട്സ്, അക്കോയ് നൽകുന്ന മനോഹരമായിട്ടുള്ള ഷർട്ട്സ് ആണ് നിങ്ങൾക്കായിട്ടുള്ളൊരു ഗിഫ്റ്റ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടി കഴിയുന്നില്ല, അടുത്ത പ്രോഗ്രാമിലേക്ക് പോവാണ്. അടുത്തൊരു പാട്ടാണ്. പാട്ടിനുള്ള ആൾക്കാർ റെഡിയാണോ? തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നെള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകതേതേതോ ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകതേതേതോ ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകതേതേതോ ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകതേതേതോ. തീർച്ചയായിട്ടും ഓണം കൊണ്ടുവന്നു, ഓണം കൊണ്ടുപോയി. ഇങ്ങനെ എടുത്തോട്ടം ചോദിക്കുന്നത് ഓണം കൊണ്ടുപോയി സെന്റ് സേവിയേഴ്സ്. നല്ലൊരു കൈയ്യടി പോരട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത മൂവ് ഓൺ ടു നെക്സ്റ്റ് ഡാൻസ്. എന്നാ പിന്നെ ഞാൻ പൂക്കളിടണം അവിടെ വരെ കൊടുത്തില്ല. അവിടെ കുറച്ച് പെമ്പിളാങ്ങി ഉണ്ടാവും.
ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം മൊത്തം മലബാറും വള്ളത്തുടിയിൽ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ടയും കട്ടക്കൊരുമി മുട്ടപ്പൊലിപ്പില് കോട്ടയം പട്ടണം വട്ടത്തിടുക്കിയും തൃശ്ശൂർ പേരൂരും മൊത്തക്കരകളും മുടിമേലെ മണം പറത്തണം മലയാളക്കരയിലക്കണം വിളമ്പാനായില നിരത്തണം ഒരുങ്ങി വാ മിനിങ്ങി വാ ഏത് മൂട് 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 ഓണമൂട് ഏത് മൂട് 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 എങ്ങനെ ഉണ്ടായിരുന്നു ആഘോഷം? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഈ ഓണർ? എങ്ങനെ ഉണ്ടായിരുന്നു ആഘോഷം? പൊളിയായിരുന്നു. ഇവിടെ ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പരിപാടി? അപ്പോൾ താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. மாடமேக்கும் கண்ணே நீ போக வேண்டாம் சொன்னேன் மாடமேக்கும் கண்ணே நீ போக வேண்டாம் சொன்னேன் காய்ச்சின பால் தரேன் கற்கண்ட சீனி தரேன் காய்ச்சின பால் தரேன் கற்கண்ட சீனி தரேன் கை நிறைய வெண்ணி தரேன் வெயிலிலே போக வேண்டாம் கை நிறைய வெண்ணி தரேன் வெயிலிலே போக வேண்டாம் மாடமேக்கும் கண்ணே நீ போக வேண்டாம் சொன்னேன். അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഡയലോഗ് പറഞ്ഞു തരും. ആ ഡയലോഗ് രണ്ടുപേരോട് ചേർന്ന് അഭിനയിക്കുക. വേറൊന്നുമല്ല, ഒറ്റ ഡയലോഗ് മാത്രമേ ഉള്ളൂ. അല്ലിക്ക് ആഭരണം എടുക്കാൻ പോവാണ്. ഓക്കെ, അത് നന്നായിട്ട് ആരാണ് അഭിനയിക്കാൻ പോകുന്നത് അവർക്ക് ഗിഫ്റ്റ് തരും. ഗംഗി ഇപ്പൊ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞിരുന്നാണല്ലോ അല്ലെങ്കിൽ ആഭരണം എടുക്കാൻ പോകുന്നു. ഗംഗി പോണ്ട. അതെന്താ ഞാൻ പോയാല്? പോണ്ടെന്നല്ലേ? അതെന്താ ഞാൻ പോയാല്? പോണ്ട. ഉന്നെ നീ എങ്കേയും വിട മാട്ടേ. ഇല്ലേ? ഉന്നെ ഞാൻ കൊന്ന് ഓർത്തതി കുടിച്ച് ഓങ്കാരമാടിടുവേ. ഗംഗി ഒരു കയ്യടി പറയട്ടെ, കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ വിഷ്ണു, നമ്മുടെ സുഗമോദേവിയിലെ നായകൻ. നമ്മുടെ ഫ്ലവേഴ്സ് ചാനൽ തന്നെ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഒരു സീരിയലാണ്. അറിയാതെ ക്ഷണിക്കാതെ വന്നൊരു അതിഥി. തീർച്ചയായിട്ടും ഞങ്ങൾ ക്ഷണിച്ചിരിക്കും. താങ്ക് യു സോ മച്ച് ഡിയർ. ഒരു നല്ലൊരു കൈഡി ആയിക്കോട്ടെ ഇദ്ദേഹത്തിന് കേട്ടോ. വിഷ്ണുവിൻ്റെ സീരിയൽ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? സുഗമദേവി ചേച്ചിയുണ്ട്. ആരൊക്കെ ഉണ്ട്? കുട്ടികളാണ്. ചേട്ടനും കണ്ട്. ഇങ്ങനെ വന്നേ. അപ്പോൾ അളിയിപ്പോൾ ഇത് കണ്ടല്ലോ ഇവിടെ ചെയ്തത്. അളിയ സുരേഷ് ഗോപി ആയിക്കോ. അപ്പോൾ എന്തായാലും ഗംഗ ആയിക്കോ. ഗംഗ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞിരുന്നതാണല്ലോ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകുന്നു. ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ ഞാൻ പോയാല്? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ ഞാൻ പോയാല്? ഗംഗയോടല്ലേ പോണ്ടെന്ന് പറഞ്ഞത്? അയ്യോക്കെ നായേ വിടമാട്ടെ. ഇല്ല വിടമാട്ടെ. അല്ല ഒന്നുമില്ല. എന്നേക്ക് ദുർഗാഷ്ടമി. ഇന്നോ ദുർഗാഷ്ടമി എന്ന്? ആ ഓക്കെ. ഒന്നേക്കൊന്ന് ഊരത്തെ കുടിച്ച് എന്തിന് ഓംകാര നടനം ആടിടുവേ. ഒന്ന് പോടുന്നു ചുമ്മാ ആളെ പറ്റിക്കാൻ വേണ്ടിട്ടായിട്ട്. താങ്ക് യു ഡിയർ, താങ്ക് യു കേട്ടോ. ഒരു നല്ലൊരു കൈഡി ആവും. മിൽമയുടെ പ്രോഡക്റ്റ് ആണ്. ഇനി അടുത്ത അക്കോയ് ഷാറ്റ്. അപ്പൊ ഇവിടെ എത്ര പേര് ടോപ്പ് സിംഗേഴ്സ് കാണേണ്ടതുണ്ട്? കാണുന്നവരാണോ? എല്ലാവരും കാണുന്നവരാണോ? അക്ഷത് കെ അജിത്ത് ഓൺ സ്റ്റേജ്. നിദ ദബ പദമാ ഗമ പനി നിസ 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 ഗമ പദ സദനി ധനി ധനി നിദ 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 നി പദ 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 ഗമ പദ നിദ നി ഗമ മിതുവാ അക്കോടെ ഷർട്ടാണ്. അപ്പോൾ ഇത് ഈ ക്ലോത്ത് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ലിനൻ മെറ്റീരിയലാണ്. അത് മാത്രമല്ല അതിനകത്ത് കോട്ടിംഗ് ഉണ്ട്. ഇതെങ്ങനെയുണ്ട്? കണ്ടിട്ട് ഷർട്ട് എങ്ങനെയുണ്ട്? അപ്പോൾ അത് അച്ഛന് കൊടുക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് മോനെ. താങ്ക് യു. Elsa